പ്രിയപ്പെട്ടവരെ, സിഡ്നിയിലെ ബോണ്ടായി ബീച്ചിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്തു. അതിൽ വന്ന ഒരു തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയിട്ട് അതിൽ പറയാൻ വിട്ടുപോയ എന്നറിയാൻ പാടില്ലായിരുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഒരേ സമയത്ത് എൻ്റെ ഹൃദയം പശ്ചാത്താപ നിർഭരവും അതേ സമയത്ത് അഭിമാനം കൊണ്ട് പൂരിതവുമാണ്. ആദ്യം പശ്ചാത്താപിക്കാനുള്ള കാരണം പറയാം. ആ വീഡിയോയിൽ ഞാൻ ഈ തീവ്രവാദികളെ പാകിസ്ഥാൻകാർ പന്നികൾ എന്ന് വിശേഷിപ്പിച്ചു. സത്യത്തിൽ അത് ഭയങ്കര തെറ്റായിപ്പോയി. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് മാത്രമല്ല, ഈ തീവ്രവാദികളോട് താരതമ്യം ചെയ്യുമ്പോൾ പന്നികൾ വളരെ നിഷ്കളങ്കരായ സൗമ്യരായ മനുഷ്യർക്ക് യാതൊരു ഉപദ്രവം ചെയ്യാത്ത വലിയൊരു വിഭാഗം ആളുകൾക്ക് ആഹാരമായി തീരുന്ന ജീവികളാണ്. അവരെ തീവ്രവാദികളോട് ഉപമിച്ചത് ഒരു കാരണവശാലും ശരിയല്ല. അതുകൊണ്ട് ലോകത്ത് ഇതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയവരും ഇനി ജനിക്കാനിരിക്കുന്നവരുമായ എല്ലാ പന്നികളോടും ഞാൻ വളരെ ആത്മാർത്ഥമായി ഉത്തമ മനസ്താപത്തോടി മാപ്പ് ചോദിക്കണം. ഇതാണ് പശ്ചാത്താപത്തിൻ്റെ ഭാഗം. തീവ്രവാദികളെ വേതാളങ്ങളോടോ അല്ലെങ്കിൽ പിശാചികളോടോ കാപാലികന്മാരോടൊക്കെ താരതമ്യം ചേർന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഈ പാവപ്പെട്ട പന്നികളോട് ഊഹിച്ചതും അവരെ പന്നികളെ എന്ന് വിളിച്ചതും തെറ്റായിപ്പോയി. ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം, ഇത് കുറച്ചുകൂടി പ്രധാനപ്പെട്ട. ഇത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പാകിസ്ഥാൻകാർ പന്നികൾ എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഇവർ പാകിസ്ഥാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഇവർ സത്യത്തിൽ ഈ നമ്മുടെ തേജസിൻ്റെയും മാധ്യമത്തിൻ്റെയും മീഡിയ വൺ ചാനലിലേക്ക് പക്ഷെ പറഞ്ഞ പോരാളികളാണ്. പാകിസ്ഥാൻകാരായ തീവ്രവാദികളല്ല. പാകിസ്ഥാൻകാർക്ക് എത്ര നിരപരാധികളാണ്, എത്ര പാവങ്ങളാണ്, എത്ര നിഷ്കളങ്കരാണ്. ഒന്ന് ആലോചിച്ചു. അവരാരും വിദേശ രാജ്യത്ത് പോയിട്ട് ഇതുപോലത്തെ ഗുണ്ടൈസം കാണിക്കാറില്ല. ഇവർ ഇന്ത്യക്കാരാണ്. നമ്മൾ ഓരോരുത്തരും അവരെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കണം. അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് മഹാകവി വള്ളത്തോൾ പറഞ്ഞത് ഈ പോരാളികളെ ഉദ്ദേശിച്ചിട്ടാണ്. ഇവിടെ ഹൈദരാബാദിൽ ജനിച്ചു വളർന്നവരാണ് ഇവർ. അതിൽ ഒരാൾ വാപ്പയും ഒരാൾ മകനുമാണ്. ഒരാൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടാണ്, ഒരാൾക്ക് ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണ്. ഓസ്ട്രേലിയൻ പാസ്പോർട്ടായിരിക്കുന്ന സമയത്തും അവർ ഹൈദരാബാദിൽ അടിക്കടി വന്നിരുന്നു. അതുകൂടാതെ ഫിലിപ്പീൻസിലുള്ള തീവ്രവാദി സങ്കേതങ്ങളിലും സന്ദർശനം നടത്തിയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങൾ പറയുന്നത്. ശരിയായിരിക്കും. എന്തെന്നായാലും ഈ തോക്കെടുത്ത് പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ യഹൂദന്മാർക്ക് നേരെ നിറയൊഴിച്ചത് സത്യമായിട്ട് പറഞ്ഞാൽ ഈ 2023 ഒക്ടോബർ 7 നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു തുടർച്ചയാണ്. എവിടെ ജൂതന്മാരെ കണ്ടാലും കൊല്ലണം. അത് അങ്ങാടിയിൽ വെച്ചാണെങ്കിൽ അങ്ങാടിയിൽ വെച്ച്, കടപ്പുറത്ത് വെച്ചാണെങ്കിൽ കടപ്പുറത്ത് വെച്ച്. അതാണ് അവരുടെ ഒരു സമര രീതി. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാൻ പാടില്ല, SIOക്കാർ മലപ്പുറം ജില്ലാ സമ്മേളനം നടത്തിയപ്പോൾ അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? യഹ്യാ സിൻബറിൻ്റെയും മറ്റേ ഇസ്മായിൽ ഹനിയയും യഹ്യാ സിൻബറുമുള്ള സ്വർഗം സ്വപ്നം കാണുന്ന യുവത്വം എന്നാണ്. അപ്പോൾ ആ ഒരു പാതയാണ് ഇവർ പിന്തുടരുന്നത്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അല്ലെങ്കിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സമരം നടത്തുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്തുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയുടെയും ഹസനുൽ ബന്നയുടെയും സയ്യിദ് കുത്തുബിൻ്റെയൊക്കെ പടം ഉയർത്തിപ്പിടിക്കുന്നത്? അവരുടെ മാതൃകാ പുരുഷന്മാരാണ്. ആ വിഭാഗത്തിൽപ്പെട്ട രണ്ട് സാധുക്കളാണ് അല്ലെങ്കിൽ രണ്ട് വീര പോരാളികളാണ് ഈ സിഡ്നിയിൽ വെടിവെപ്പ് നടത്തിയത്. അതിൽ ഒരാളിപ്പോൾ തന്നെ വീരസ്വർഗം പ്രാപിച്ചു. അതിപ്പോൾ അവിടെ സന്തുഷ്ടനായിട്ട് ഉല്ലാസവനായി കഴിയുന്നു. മറ്റേ പുള്ളിക്ക് വെടിയേറ്റ് അദ്ദേഹം ഇപ്പോൾ പരിക്ക് അതിൽ നിന്ന് മോചിതനായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറകിലെ മറ്റേ ഗ്യാങ്ങുകളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണ് ഓസ്ട്രേലിയയിൽ പോലീസുകാരെ അവകാശപ്പെടുന്നത്. എന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ തലയിലെടുത്ത് അല്ലെങ്കിൽ അവരുടെ തലവേദന. നമ്മളതിനെക്കുറിച്ച് ആലോചിച്ച് വ്യവസായപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതേ സമയത്ത് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ചെറുപ്പക്കാരൻ വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരായുധനായ ഒരു മനുഷ്യൻ അയാളുടെ നേരെ ചാടി വീഴുന്നതും ഇവൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്നതും അവൻ്റെ കയ്യിൽ നിന്ന് ഈ തോക്ക് തട്ടിപ്പറിക്കുന്നതും തോക്ക് ചൂണ്ടി അയാളെ ഓടിക്കുന്നതൊക്കെ നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഈ ചെയ്ത അയാളെ കണ്ട ഏതാണ്ട് ഒരു വെള്ളക്കാരനെ പോലെ ഇരിക്കും. എൻ്റെ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ഇയാൾ അറബ് വംശജനാണ്. അയാളുടെ പേര് അഹമ്മദ് അൽ അഹമ്മദ് എന്നാണ്. ഈ അഹമ്മദ് ആരാണ് എന്ന് ചോദിച്ചാൽ അന്ന് ഇതിൻ്റെ അടിയിൽ ചില ആൾക്കാരുടെ അഭിപ്രായം പറഞ്ഞത് ഇയാൾ ലെബനീസ് ക്രിസ്ത്യനാണ് എന്നാണ്. സത്യത്തിലല്ല. അയാൾ ലെബനോൻകാരനുമല്ല, ക്രിസ്ത്യാനിയുമല്ല. അദ്ദേഹം സിറിയൻ വംശജനായ ഒരു അറബ് മുസ്ലിമാണ്. ഇതുപോലെ ഒരു പുണ്യകർമ്മം ഈ യഹൂദന്മാരെ രണ്ടുപേർ, ഒരു വാപ്പയും ഒരു മോനും ചേർന്ന് വെടിവെച്ചു കൊല്ലുന്നത് കണ്ടപ്പോൾ ഈ അറബ് മുസ്ലിമിന്
വേണമെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ അവരുടെ കൂടെ കൂടിയിട്ട് ഈ അക്രമത്തിൽ പങ്കെടുക്കുകയോ ചെയ്യാൻ പറ്റും. അയാളത് ചെയ്തില്ല. അയാൾക്ക് ചുരുങ്ങിയ പക്ഷം അവനവൻ്റെ മേത്ത് വെടികൊള്ളാതെ അവിടുന്ന് മാറിക്കളയെങ്കിലും ചെയ്യാൻ അതും ചെയ്തില്ല. അതിന് പകരം എന്ത് ചെയ്തു? യഹൂദന്മാരെ വെടിവെച്ചു കൊല്ലുന്നവൻ്റെ ഇന്ന് തോക്ക് തട്ടിപ്പറിച്ച് അവനെ ഓടിക്കാൻ ശ്രമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അറബികൾക്ക് എന്തെങ്കിലും ദേശാഭിമാനം ഉണ്ടോ? അവരുടെ സഹോദരന്മാരല്ലേ പാലസ്തീനിലെ അറബികൾ. അവർക്ക് വേണ്ടിയിട്ടല്ലേ ഈ പാവപ്പെട്ട ഇന്ത്യക്കാർ തോക്കെടുത്ത് വെടിവെച്ചത്? എന്തെങ്കിലും സ്നേഹം, എന്തെങ്കിലും വർഗബോധം അവർക്കുണ്ടായിരുന്നു. ഇവിടെ ഹൈദരാബാദുകാരനായ ഒരു വാപ്പയ്ക്കും ഒരു മകനും സിഡ്നിയിൽ വല്ല ഉന്തുവണ്ടിയിൽ കപ്പലിൻ്റെ കച്ചവടം ചെയ്ത് ജീവിക്കാമായിരുന്നു ഇല്ലേ? അല്ലെങ്കിൽ ആക്രി കച്ചവടം നടത്താൻ പറ്റും, അല്ലെങ്കിൽ PSC പരീക്ഷ എഴുതി സർക്കാർ സർവീസിൽ കയറാൻ നോക്കാൻ പറ്റും. ഇതൊന്നും ചെയ്യാതെ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജൂതന്മാരെ വെടിവെച്ചു വന്നത്? അത് കഴിഞ്ഞാൽ എത്ര കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ പോലീസിന്റെ അല്ലെങ്കിൽ പട്ടാളത്തിന്റെ പിടികൂട്ടി ചാകേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താണ്. അപ്പൊ ഇന്ത്യക്കാർക്കാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനോട് ആത്മാർത്ഥമായ സ്നേഹവും അനുതാപവും. ഈ ഒരു സാധനം അറബികൾക്കില്ല, സിറിയക്കാർക്ക് തീരെയില്ല. ഉണ്ണുകയായാലും ഇതുപോലത്തെ ഒരു ഡാഷ് പരിപാടി കാണിക്കൂ? ഒരിക്കലും കാണിക്കില്ല. അത് മാത്രമല്ല, ഈ അറബി ഉണ്ടല്ലോ, ഈ സിറിയക്കാരനായ അഹമ്മദ് അൽ അഹമ്മദ്, ഇയാൾക്ക് ഭാര്യ 2 പെൺകുഞ്ഞുങ്ങളുമുണ്ട്. അവരെ പറ്റി പോലും ഓർക്കാതെ അയാൾ ഈ പാവപ്പെട്ട ഇന്ത്യക്കാരൻ്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു പഠിക്കാനാണ് ശ്രമിച്ചത്. പിന്നെ എങ്ങനെ ഈ അറബികൾ നന്നാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് സത്യത്തിൽ ഈ അറബികൾക്ക് യാതൊരു തരത്തിലുള്ള വർഗബോധവും ഇല്ല, യാതൊരു സമുദായ സ്നേഹവും ഇല്ല, ഫലസ്തീനോട് യാതൊരു ഐക്യദാർഢ്യവും ഇല്ല എന്ന് നമ്മുടെ നാട്ടിലെ പല ബുദ്ധിജീവികളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ എനിക്കിപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറഞ്ഞ കൂലംകൂത്തി ആ സിഡ്നിയിലെ ബോണ്ടായി ബീച്ചിൽ നടത്തിയ ഈ ഡാഷ് പരിപാടി ഉണ്ടല്ലോ, അത് തികച്ചും ഈ പറഞ്ഞ പ്രസ്താവനകളെയൊക്കെ സാധൂകരിക്കുന്ന ഒന്നാണ്. ഏതായാലും ഇതിലാകെ ഒരു ചെറിയ ഖേദം മാത്രമേ ഉള്ളൂ. അത് ഈ തീവ്രവാദികളെ പന്നിന്ന് വിളിച്ചല്ല, ഹൈദരാബാദുകാരായ 2 പേരാണല്ലോ ഇത് ചെയ്തത്. നമ്മുടെ കേരളത്തിൽ പിറന്ന ഒരാൾക്കും ഇത് ചെയ്യാൻ പറ്റിയില്ല. സത്യത്തിൽ ഇങ്ങനെ 2 പേര് ചെയ്തത് ഇവിടെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ആഘോഷം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. SFI, DYFI, യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ ഇദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സിഡ്നിയിൽ വീരമൃത്യു വരിച്ച വാപ്പയ്ക്കും മരണത്തോട് മല്ലിടുന്ന മകനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എത്ര വലിയ പ്രകടനങ്ങൾ നടത്തുക. നമ്മുടെ മീഡിയ വൺ ചാനലിൽ ദാവൂദ് സാഹിബ് നേരിട്ട് വന്ന് അടുപ്പൂട്ടി ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഇതൊന്നും ചെയ്തില്ല. കഷ്ടമായിപ്പോയി. ഏതായാലും മലയാളികൾ ഇനിയും മടിച്ചു നിൽക്കരുത്. ഈ രാജ്യത്ത് ഇതൊക്കെ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും, പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് ഇതുപോലത്തെ കലാപരിപാടികൾ ഒപ്പിക്കുകയാണെങ്കിൽ അത് ഫലസ്തീനോടുള്ള നമ്മുടെ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനവും മാത്രമല്ല നമ്മുടെ നാടിൻ്റെ മഹത്വം 4 അറിയിക്കുന്ന ഒരു കർമ്മവും കൂടി ആയിത്തീരും.